മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ അച്ഛനും അമ്മയും അയച്ചു കൊടുത്ത പ്രൊഫൈലുകളിൽ നിന്ന് മീരയുടെ മനസ്സുടക്കിയത് വിനോദിന്റെ പ്രൊഫൈലിലായിരുന്നു. രണ്ടുപേരുടെയും നേറ്റീവ് പ്ലേസ് കൊല്ലമാണെങ്കിലും മീര കൊച്ചിയിലും വിനോദ് നോർവേയിലും ആയിരുന്നു. നമ്മുടെ കഥയിലെ ഹീറോയ്ക്കും ഹീറോയിനും നടക്കാൻ പോകുന്നത് ഒരു കാവ്യാത്മകമായ അറേഞ്ച് മാരേജ് ആണ്. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയ ആദ്യ മാസം തന്നെ വിനോദ് മീരയെ കാണാൻ കൊച്ചിയിലേക്ക് വന്നു. 2024 ഡിസംബർ 12 കയ്യിൽ ലിൻഡഡ് ചോക്ലേറ്റുമായിട്ട് വന്ന വിനോദ് ആദ്യമായി മീരയെ കാണുന്നത് കൊച്ചിയിലെ പോംസ് കഫേയിൽ വെച്ചായിരുന്നു. സംസാരിക്കും തോറും കുറേ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് രണ്ടുപേർക്കും തോന്നി തുടങ്ങി. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമൊക്കെ അവർ പങ്കുവച്ചു. റിസർവ്ഡ് ടൈപ്പായിരുന്ന നമ്മുടെ മീരയ്ക്ക് വിനോദിന്റെ പ്രസൻസ് കുറച്ച് കംഫർട്ടബിളായും കെയറിംഗ് ആയും സേഫായും ഫീൽ ചെയ്തു. അരമണിക്കൂർ സംസാരിച്ച് പരിചയപ്പെടാൻ വന്ന അവരുടെ വർത്തമാനം ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു. സേഫായി തിരികെ പോകാൻ വേണ്ടി വിനോദ് മീരയ്ക്ക് ഒരു ഊബറും ബുക്ക് ചെയ്ത് കൊടുത്തു. അന്ന് രാത്രി അച്ഛനോടും അമ്മയോടും അവൾ വിനോദിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഒരു പാവം ചേട്ടനാ. യെസ്, ഷീ വാസ് ഡീപ്ലി ഇംപ്രസ്ഡ്. അവളുടെ ഹ്യൂമർ സെൻസ് വിനോദം നോക്കി ആസ്വദിച്ചിരുന്നു. ഫൈനലി മീരയുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യാനായി അവളുടെ ഫ്രണ്ടിന്റെ സഹായത്തോടെ സ്നിക്കേഴ്സ്, കിൻഡർ ജോയ്, ബട്ടർഫ്ലൈ ആംഗ്ലെറ്റ് എന്നിങ്ങനെ അവൾക്കിഷ്ടമായ ഗിഫ്റ്റ്സും കൊടുത്തു. യെസ്, ഇപ്പോൾ ഈ ക്യൂട്ട് ജോഡിയുടെ കല്യാണമാണ് വരുന്ന ഓഗസ്റ്റ് 25. Forever, our lovely innocent sister is now someone's bride. We as the amazing sisters wish you guys a happy married life.